ഞാനങ്ങനെ മയിലാടുംപാറ നിൽക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുറച്ച് പ്രത്യേക തരം ചെടികളും കൂണുകളും ജീവികളും കുറച്ച് അങ്ങനത്തെ കുറേ പ്രത്യേക തരം സംഭവങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതുവരെ ചെയ്തതിൽ വെച്ച് വ്യത്യസ്തങ്ങളായ കാര്യം, വ്യത്യസ്തമായൊരു കാറ്റഗറി. ഞാൻ അത് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. ആദ്യമായിട്ട് കൊന്ന മരത്തിൻ്റെ കായ കാണിച്ചു തരാം. കൊന്നയുണ്ടല്ലോ, കണിക്കൊന്നയുടെ കായാണിത്. ഇതാണ് കണിക്കൊന്നയുടെ എന്നിട്ട് ഇത്രയും നീളമുള്ളതാണ്, നിങ്ങൾക്കറിയാവുന്നതാണ്. ഇതിൻ്റെ അകം എങ്ങനെയെന്നാണ് ഞാൻ കാണാൻ പോകുന്നത്. ഇത് കാണിക്കുകയല്ല കേട്ടോ, ഞാൻ കാണുകയാണ് ചെയ്യുന്നത്. ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇതിൻ്റെ കായ പൊട്ടിച്ച ഏകദേശം ഇപ്രകാരമാണ് ഉണ്ടാവുക. ഇത് കാണുമ്പോഴൊന്നുമല്ല, ഒരു വൃത്തികെട്ട സ്മെല്ലാണ്. നിങ്ങളിത് അനുഭവിച്ചിട്ടില്ലെങ്കിൽ ഇതിൻ്റെ കായ കിട്ടിയാൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. വീട്ടിലെ കണിക്കൊന്നുണ്ടെങ്കിൽ അതിൻ്റെ കായ ഉണ്ടെങ്കിൽ ഒന്ന് പൊട്ടിച്ചൊന്ന് സ്മെല്ല് ചെയ്ത് നോക്കുക. ഇത് വൃത്തികെട്ട സ്മെല്ലാണ്. തലവേദന വരെ വന്നാലോ എന്ന് പോലും എനിക്ക് തോന്നുന്നുണ്ട്. ഇത് കണ്ട, അതിൻ്റെ അരി, ഇതാണ് ഇതിൻ്റെ അരി. നേരത്തെ പൊട്ടിക്കിടന്ന് പറഞ്ഞെടുത്ത് കാണിച്ചു തരാമേ. എന്താ ഇപ്രകാരമാണ് അത് ഇരിക്കുന്നത്. ഇപ്രകാരം ഇതിൽ ലെയർ കണക്കിനായിട്ട് ഇതുപോലെ ഓരോ ലെയറിൻ്റെ അകത്തായിട്ടാണ് അരി ഇരിക്കുന്നത്. അരിയും ഇതുപോലത്തെ ഇതിൽ പൊട്ടിച്ചപ്പം കണ്ടില്ലേ, ഇതുപോലത്തെ ഒരു തരം ഫ്ലൂയിഡ് പോലത്തെ ഒരു സാധനം, അങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതുപോലത്തെ വ്യത്യസ്തങ്ങളായ സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാമേ. വ്യത്യസ്തങ്ങളായതല്ല, കാട്ടിലുള്ള ചില പ്രത്യേകതരം കായ്കളും കൂണുകളും ജീവികളും ഞാൻ കാണിച്ചു തരാം. കൂടുതലൊന്നുമില്ല, ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അടുത്ത് വേറൊരു സാധനമാണ് പരക്കല്ല്. ഇതിന് പരക്കല്ല് എന്ന് പറയും. അതായത് ഇതുപോലത്തെ ക്രിസ്റ്റല് പോലത്തെ കല്ല്. ഇത് പരക്കല്ലല്ല, ഇതുപോലെ ഇരിക്കുന്ന ചെറിയ ഈ സംഭവങ്ങൾ, ഇതാണ് പരക്കല്ല്. അയ്യോ ഇത് കൊള്ളാം. ഇത് അബ്രമാണ് ഇതിൻ്റെ സൈഡിൽ ഇരിക്കുന്നത്. അതൊന്ന് പൊട്ടിച്ച് നോക്കട്ടെ. അത് ഏകദേശം ഇപ്രകാരമാണ് ഇരിക്കുന്നത്. അതിമനോഹരം, കാണാനൊക്കെ കൊള്ളാം. ഇനിയിപ്പോൾ അടുത്തതിലോട്ട് പോവാം. പിന്നെ ഇത് വേറൊരു തരം പ്രത്യേക തരം ചെടിയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ പേരറിഞ്ഞൂടാ. എന്തായാലും ഒരു ചെടി, ആ ചെടിയുടെ കായാണ് ഈ കായ്. ഇതാണ് അതിൻ്റെ കായ ഇപ്രകാരം ഇരിക്കും. അത് പൊട്ടിച്ച് കാണിക്കാമേ. അത് പൊട്ടിച്ചാൽ ഏകദേശം ഇപ്രകാരം ഇരിക്കും. അടുത്തത് വേറൊരു സംഭവം. ഇത് കണ്ട, അതിമനോഹരമായൊരു പ്രത്യേക തരം ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കൂണ്. ഒരുമാതിരിയുള്ളൊരു പ്രത്യേക തരം കൂണ്. ഒരുമാതിരി തലച്ചോറ് മാതിരി ഇരിക്കുന്നു. എന്തോ പ്രത്യേക തരം. ഇത് ഐ തിങ്ക് ഇത് വിഷം പിടിച്ചൊരു കൂണാണ്. കാരണം ഇതിനെ മൃഗങ്ങളോ മറ്റ് ജീവികളോ ഒന്നും കഴിച്ച് കണ്ടില്ല. ഇതിൻ്റെ ഇരിപ്പ് കണ്ടാലറിയാം. ഇരിപ്പ് അതിൻ്റെ സ്മെല്ലും കടിക്കുമ്പോൾ അറിയാം. ഇത് തീർച്ചയായും വിഷക്കൂണാണ്. ഇതാ പോകുന്നൊരെണ്ണം. പക്ഷേ കാണാൻ അത്യാവശ്യം കാണാൻ മനോഹരമായിട്ടുള്ളൊരു കൂണാണ്. ഇതിൻ്റെ തന്നെ ഇതുപോലെ തന്നെ വലയൊക്കെ മൂടിയിട്ടിരിക്കുന്ന വേറൊരു കൂണുണ്ട്. ഇങ്ങനെ കാട്ടിലുള്ള കാര്യങ്ങളൊക്കെ, ഇങ്ങനത്തെ ചെറിയ സംഭവങ്ങളും ചെടികളും ജീവികളൊക്കെ കാണിക്കാൻ നിന്നാൽ ഒരുപാടുണ്ട്. വേണമെങ്കിൽ പ്രത്യേകിച്ച് ഓരോന്നിനെക്കുറിച്ചും
പഠിച്ചിട്ട് ഞാൻ വേണമെങ്കിൽ വീഡിയോ ഇത് കാണിച്ചു തരാം. പക്ഷെ ഇങ്ങനെ പോയപ്പോൾ ഇത് കാണിക്കുന്നതെന്നേ ഉള്ളൂ. അതിമനോഹരമായ വ്യത്യസ്തമായ ഒരു സാധനമാണ് ഇത്. ഇനി അടുത്തതിലോട്ട് പോകാം. അടുത്തതിലോട്ട് പോകുന്നതിന് മുമ്പ് ആ സാധനം തന്നെ വളരെ കുറേ വേറെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അവിടെ ഒരെണ്ണം ഇവിടെ ഇത്രയും മനോഹരമായിട്ടാണ് കണ്ടായിരിക്കുന്നത്. സത്യം പറഞ്ഞതിൻ്റെ പേരെനിക്ക് അറിഞ്ഞൂടെ. കാണാൻ അതിമനോഹരമായിട്ടിരിക്കുന്നു. അവിടെ എന്തൊക്കെയോ തിന്നു. അപ്പോൾ അത് വിശക്കൂണായിരിക്കില്ല, അതിനെന്തോ തിന്നു വച്ചിരിക്കുന്നു. ഇത് കാണുന്ന പോലെ തന്നെ കണ്ട എൻ്റെ കയ്യിൽ ഇങ്ങനെ ഇരിക്കും. ഒന്ന് ഫോക്കസ് ആയിക്കോട്ടെ. എൻ്റെ കൈക്കകത്തിരിക്കുന്ന ഇത്രയും വലുപ്പമാണ് ഇതിനുണ്ടാവുക. ഏകദേശം ഇത് ഇപ്രകാരമാണ് ഇരിക്കുക. ഒരു വൃത്തികെട്ട സ്മെല്ലാണ് ഈ സാധനത്തിന്. തീർച്ചയായും ഇത് കഴിക്കാൻ കൊള്ളാത്തതാണ്. പോയിസൺ ആയിരിക്കാനാണ് സാധ്യത. എന്തായാലും വേണ്ട. ഇങ്ങനത്തെ കൂണ കാണുകയാണെങ്കിൽ തൊടയേ വേണ്ട, ആണെങ്കിൽ തന്നെ അങ്ങ് ഇരുന്നോട്ട്. തൊട്ടെന്ന് പറഞ്ഞ് ചാവയൊന്നുമില്ല, പേടിക്കണ്ട. ഇതൊന്നും എടുത്ത് കഴിക്കുകയൊന്നും ചെയ്യരുത്, ഡേഞ്ചറാണ്. അതുപോലെ തന്നെ പേരറിഞ്ഞൂടാത്ത മറ്റൊരു കൂണിനെ ഞാൻ കണ്ടെത്തിയിരിക്കുകയാണ്. ഇത് എനിക്ക് തോന്നുന്നു ഇതായിരിക്കും ഇത് വിരിയാതിരിക്കുമ്പോൾ ഈ കളറും വിരിഞ്ഞ് കഴിയുമ്പോൾ വെള്ള കളറുമായിട്ടും ആയി മാറുന്നതായിരിക്കും. എന്താ അത് ഞാനങ്ങനെ എടുത്ത് കാണിക്കുകയാണ്. പക്ഷെ കാണാൻ നല്ല തൂവെള്ള നിറമാണ്. അതിൻ്റെ സ്വഭാവം എങ്ങനെയെന്ന് അറിഞ്ഞൂടാ. പിന്നെ ഇതൊന്നും എടുക്കുന്നത് കൊണ്ടൊന്നും കുഴപ്പമില്ല, എടുത്തിട്ട് കൈ കഴുകിയാൽ മതി. ഇതൊക്കെ നെച്ചൻ കുമ്മളാണ്. നെച്ചൻ എന്ന് പറഞ്ഞാൽ വിഷം, കഴിക്കാൻ കൊള്ളാത്ത കുമ്മളുകളാണ്, കൂണുകളാണ്. അങ്ങനെ ഞാൻ എടുത്ത് കാണിച്ചിരിക്കുകയാണ്. എന്നും പക്ഷേ എടുത്ത് കഴിക്കരുത്, കണ്ടാലെടുത്ത് കഴിക്കരുത്, എടുക്കാനേ പോകണ്ട, അങ്ങനെ തന്നെ ഇരുന്നോട്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ അടുത്തതിലോട്ട് പോകാം. പിന്നെ ഈ ഇരിക്കുന്ന സാധനമാണ് ചിതൽപ്പുറ്റ്. അതിൻ്റെ അകത്ത് ചിതലുണ്ടാവും, പിന്നെ പൊട്ടിക്കുന്നില്ല, പൊട്ടിച്ച് കാണിക്കുന്നില്ല. ഇങ്ങനെ ഇവിടെ പൊട്ടിച്ച് ഇതിനകത്ത് മൊത്തം ചിതലുണ്ടായിരിക്കുന്നതായിരിക്കും. ഇനി അടുത്തതിലോട്ട് പോകാം. ഇതാണ് അടുത്തൊരു ഐറ്റം. ഇതൊരു തരം അട്ടയാണ്, ചോപ്പനട്ട. ഇതിന് നമ്മളിവിടെ ചോപ്പനട്ട എന്ന് പറയും. ഒരു തരം അട്ട. അത് വളരെ തെറുതറയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അട്ടകൾ തന്നെ പലതരമുണ്ട്. ചോപ്പനട്ട, കൂച്ചിയട്ട, മുള്ളട്ട, പെരിക്കാലിക്കണ്ണനട്ട. ഇത് ചോപ്പനട്ട. അങ്ങനെ ഒരു അട്ട അങ്ങ് പോവുകയാണ്. ഇതങ്ങനെ മാക്കാൻ്റെ കുഞ്ഞുങ്ങളാണ്. ഇതാകറിപ്പോകുന്നു. ചെറിയ തവളക്കുഞ്ഞുങ്ങൾ, വാൽമാക്രീസ്. ഈ കാണുന്ന ജീവിയാണ് ലേഡി ബേഡ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് മറന്നുപോയി. ലേഡി ബേഡോ ലേഡി ഫിംഗറോ അല്ല, ലേഡീസ് ഫിംഗർ വെണ്ടയ്ക്കല്ലേ, ലേഡി ബേഡ് തന്നെയാണ്, ഉറപ്പാണ്. അങ്ങനത്തെ ഒരു ജീവിയാണ്. തൽക്കാലം ഇതിനെ പൊന്നി എന്ന് വിളിക്കാം. പിന്നെ ഈ സാധനം, ഇതാണ് ചേന്തി. ഇതിനെ സാധാരണ കോലഞ്ചി എന്നാണ് തോന്നുന്നു പറയുന്നത്. നമ്മളിതിനെ ഇവിടെ ചേന്തി എന്ന് പറയും. സാധാരണ എന്ത് പറയുന്നു അതെനിക്കറിഞ്ഞൂടാ. ഇതിനെ നമ്മളിവിടെ ചേന്തി എന്ന് പറയും. എൻ്റെ കിഴങ്ങ് കാണിക്കാമേ. അതിൻ്റെ കിഴങ്ങ് ഇപ്രകാരം ഇരിക്കും. നല്ല കയ്പ്പാണ്, അത് പൊട്ടി വരുന്നില്ലല്ലോ. ഇങ്ങനത്തെ ഒരു രൂപമാണ് അതിനുണ്ടായിരിക്കുക. പിന്നെ ഇതാണ് ചൊടക്ക് ചെടി. അതായത് ഇന്ന് ഈ കുട്ടികളൊക്കെ നെറ്റിയിലിടിച്ച് പൊട്ടിക്കുന്ന ഒരു തരം ചെടിയുണ്ടല്ലോ, പൂവ്. ആ സാധനം ഇതിൻ്റെ പൂവാണ്. ഇതാണ് അതിൻ്റെ ചെടി. ഇതിൽ നിന്നുണ്ടാകപ്പെടുന്ന ചെടിയാണ്. ഇതിൻ്റെ ഇലയൊക്കെ ഇതുപോലെ പറിച്ചിട്ട ഇലയിൽ നിന്നൊക്കെ മുളച്ച് വരും. ഇതിൻ്റെ ഇലയിൽ നിന്നാണ് സാധാരണ പുതിയ വിത്ത് മുളച്ച് വരുന്നത്. ഏകദേശം എന്താ ഇതുപോലെ കണ്ട, ഇതൊക്കെ ഇലയിൽ നിന്ന് മുളച്ച് വന്നതാണ്. ഇതിൻ്റെ തണ്ടിൽ നിന്നും മുളച്ച് വരുന്നത് കാണാം. പിന്നെ ഇതാണ് തുമ്പച്ചെടി. സാധാരണ തുമ്പല്ലേ, ഓണത്തുമ്പ. അതിൻ്റെ ഒരു മിനിയേച്ചർ എന്നാണ് തോന്നുന്നത്. പക്ഷേ ഇത് വലുതൊന്നുമല്ല, ഇത് ചെറിയ പൂവാണ്. ശരിക്കും ഇത് തന്നെയാണെന്ന് തോന്നുന്നു. ഓണത്തുമ്പ, ഓണപ്പൂ, അത്തപ്പൂക്കളത്തിലൊക്കെ ഇടുന്ന തുമ്പ. പക്ഷേ ഇതിൻ്റെ പൂ ചെറുതാണ്. പൂ ചെറുതായതുകൊണ്ട് ഇത് അതിൻ്റെ മിനിയേച്ചർ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അത് തുമ്പയാണ്.
പിന്നെ വേറൊരു ചെടിയെന്ന് പറഞ്ഞാൽ ഇത്. അതിൻ്റെ കാ വളരെ വ്യത്യസ്തമായിട്ടിരിക്കുന്നു. എനിക്ക് ഇതിൻ്റെ പേരറിഞ്ഞുകൂടാത്തത് കൊണ്ട് അതിൻ്റെ പേര് പറയുന്നില്ല. വ്യത്യസ്തമായൊരു ചെടി. ഇത് ഞാൻ ആദ്യം കാണിച്ചതിൻ്റെ പഴുത്ത കായാണ്. നേരത്തെ കാണിച്ചത് ഇതിൻ്റെ പച്ചയാണ്. ഇതതിൻ്റെ പഴം. ഇത് പൊട്ടിച്ച് നോക്കാം. ഇത് പൊട്ടിച്ച് നോക്കിയതിൻ്റെ അകത്ത് ഒരു കറുത്ത അരിയാണ് ഇതിനുള്ളത്. ഇതിൽ അരിയിനെ കാണാനില്ല. ഇത് ശരിക്കും പഴുത്തതിൻ്റെ കറുത്ത നിറം വന്നിട്ടില്ല. പിന്നെ ഇത് വെറൈറ്റിയായ വേറൊരു ചെടി, വേറൊരു പൂവ്. ഇതിൻ്റെ ഹൈലൈറ്റ് പൂവാണ്. മൂട്ടിൽ നിന്ന് ഇതുപോലത്തെ ഓലകളൊക്കെ വന്നിട്ട് ഇതിൻ്റെ ഹൈലൈറ്റ് ഈ പൂവാണ്. ഇത് പൂവാണോ കായാണോ എന്ന് അറിഞ്ഞുകൂടാ. അതായത് ഇതിൻ്റെ പൂവും കായൊക്കെ ഇത് തന്നെയാണ്. ഇങ്ങനെയാണ് അതുണ്ടാവുക. ഇപ്പം ഇത് പൂവാണ്. ഇതിൻ്റെ പൂ കൊഴിഞ്ഞ് പോയിട്ട് ഇനി ഇതിൽ തന്നെ വിത്തുകളുണ്ടാവും. വിത്തുകളുണ്ടായിട്ട് പുതിയ തലമുറയായിട്ട് ഇത് മാറും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ്. ഇതിൻ്റെയും പേരെനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഇതാണ് വേറൊരു സാധനം, പേരറിഞ്ഞുകൂടാത്ത വേറെ എന്തോ ഒരു സാധനം. ഇതിനെ ഇവിടുത്തെ കാട്ടാളൻ്റെ ഉള്ളി എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഭയങ്കര വ്യത്യസ്തങ്ങളായിട്ടുള്ള പേരുകളാണ് നമ്മളിടത്ത് ഓരോ ചെടികളുടെയും പറയുന്നത്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ കണ്ട ഈ ഉള്ളി പോലെ ഇരിക്കും. ഇതിന് ഉള്ളി എന്ന് പറയാൻ പറ്റില്ല. ഇതിൻ്റെ പേരെനിക്ക് നേരത്തെ അറിയാമായിരുന്നു, ഇപ്പം ഞാൻ മറന്നുപോയി. പക്ഷേ ഇതിൻ്റെ പൂവാണ് കിടിലം. പൂ അത്ര വലിയ പൂവൊന്നുമല്ല, ചെറിയൊരു പൂ. ഇങ്ങനെ നീണ്ട് വന്നിട്ട് ഇതുപോലത്തെ ഇങ്ങനെ കമ്പ് പോലത്തെ സംഭവം നീണ്ട് വന്നിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ചെറിയ പൂവായിരിക്കും. അങ്ങനെയാണ് അതിൻ്റെ ഒരു സെറ്റപ്പ്. ഇതാണ് ആ സാധനം. എന്തോ ഓർക്കിഡ് എന്നാണ് ഇതിനെ പറയുന്നത്. എന്തോ ഒരു തരം ഓർക്കിഡ് വർഗ്ഗത്തിൽപ്പെട്ട എന്തോ ഒരു സാധനമാണിത്. അതിൻ്റെ പേരും അങ്ങനെ തന്നെയാണ്, എന്തോ ഓർക്കിഡ് എന്നോ അങ്ങനെ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇതിനിവിടെ ഉള്ളി എന്നാണ് പറയുന്നത്, കാട്ടാളൻ്റെ ഉള്ളി. വെറും ഉള്ളിയല്ല, കാട്ടാളൻ്റെ ഉള്ളി. ഇതുപോലത്തെ വ്യത്യസ്തങ്ങളായ ചെടികൾ കാട്ടിലിഷ്ടം പോലെ ഉണ്ട്. കുറേ ചെടി കണ്ടപ്പോൾ ഞാനങ്ങനെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. വേണമെങ്കിൽ ഇതൊന്നും ഇങ്ങനെയല്ല, ഓരോ ചെടിയെക്കുറിച്ചും പഠിച്ച് വളരെ വ്യക്തമായിട്ട് അത് എന്താണ്, എങ്ങനെയാണ്, അതിൻ്റെ പേരെന്താണ്, അതിൻ്റെ ജീവഗണം മൊത്തം വ്യക്തമായിട്ട് പഠിച്ചിട്ട് ചെയ്തിരുന്നെങ്കിൽ മനോഹരമായിരുന്നേനെ. വേണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു രസം, ഇതൊരു തമാശയ്ക്ക് വന്ന വയലിങ്ങനെ കണ്ടപ്പോൾ ഞാനങ്ങ് ചെയ്തു പോയതാണ് ഓരോ ചെടിയും ജീവികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്രമാത്രം പറഞ്ഞുകൊണ്ടിട്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ അവസാനം ഒന്നും കൂടി കാണിച്ചു തരാം. ഇതാണ് നെയ്വള്ളിയുടെ പൂവ്. ഇതിൻ്റെ പൂ ശരിക്കും പറഞ്ഞാൽ ഇത് പൂക്കുന്ന സമയത്തൊരു വൃത്തികെട്ട സ്മെല്ലാണ്. ഇതുപോലെ വൃത്തികെട്ടൊരു സ്മെല്ലുള്ള ചെടി പൂവ് ഞാൻ ഈ അടുത്ത കാലത്തൊന്നും എവിടെയും കണ്ടില്ല. അമ്മാതിരി ഒരു പൂവാണിത്, നെയ്വള്ളി. അതിൻ്റെ പൂവിങ്ങനെയാണ്. ഇപ്പോഴും അത്യാവശ്യം മണമാണ്, ചെറിയൊരു മണമാണുള്ളത്. ഇത് പൂത്ത് കഴിയുമ്പോൾ അത് എപ്പോഴുമല്ല, അത് എന്തോ ഒരു അവസരത്തിലാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഭയങ്കര വൃത്തികെട്ട സ്മെല്ലാണ്. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തിയിരിക്കുകയാണ്.